എൻ്റെ നന്മയ്ക്കും എൻ്റെ അനുഗ്രഹങ്ങൾക്കും തടസ്സമായിരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യുക. ഒന്ന് വായി തുറന്ന് പറയാമോ? എൻ്റെ നന്മയ്ക്കും എൻ്റെ അനുഗ്രഹങ്ങൾക്കും തടസ്സമായിരിക്കുന്നതിനെ ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ നീക്കം ചെയ്യണം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ നന്മകളുടെ വഴികൾ അടഞ്ഞു പോകാനും ചില കാരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. അപ്പോൾ കാരണമുണ്ടെങ്കിൽ ശാപം ഫലിക്കും. അനുഗ്രഹിക്കപ്പെടാനും കാരണമുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിനും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില റീസണുകൾ, ചില കാരണങ്ങൾ ഉണ്ട്. എങ്ങനെയാണ് നാം അനുഗ്രഹീതരാകുന്നത് എന്നതിനെക്കുറിച്ച് സവിസ്തരമായി ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്നാണ്. അത് വാങ്ങിച്ചിട്ടില്ലാത്തവരും വായിച്ചിട്ടില്ലാത്തവരും അത് ദയവായിട്ട് വായിക്കണം. അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അത് അവൈലബിൾ ആണ്. എന്നാൽ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് എന്തൊക്കെയാണ്? അത് കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിന്, എൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാതിരിക്കുന്നതിന്, എന്നെ ദൈവം ഉപയോഗിക്കുവാൻ തടസ്സമായിരിക്കുന്നതിന് എന്താണ് കാരണമായിരിക്കുന്നത്? ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനം ആയിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായ ഒരു ദേശം കാണും. പ്രവാചകനായ യെശയ്യാവ് പ്രവചന പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 15, 16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കൊടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ആ വ്യക്തി ആരാണോ അങ്ങനെ ചെയ്യുന്നത്, ആ മനുഷ്യൻ, ആ സഹോദരി ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ ആ വ്യക്തിയുടെ അഭയസ്ഥാനം ആയിരിക്കും. ആ വ്യക്തിക്ക് അവൻ്റെ അപ്പം കിട്ടും, അവൻ്റെ വെള്ളം മുട്ടിപ്പോകത്തില്ല. ആ വ്യക്തി ദൈവത്തെ, രാജാതി രാജാവായ സർവശക്തനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കാണും. വിശാലമായ ദേശത്തിൽ ആ വ്യക്തിയെ ദൈവം എത്തിക്കും. ഞാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ചോദിക്കട്ടെ, താഴ്ചയല്ല, എനിക്ക് ഉയർച്ച തന്നെ പ്രാപിക്കണമെന്നുള്ള ഒരു ആമീൻ പറഞ്ഞ്. പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമായിരിക്കണം. അന്നുള്ള അപ്പം എനിക്ക് ലഭിക്കണം. എൻ്റെ വെള്ളം എനിക്ക് മുട്ടിപ്പോകരുത്. ഞാനും എൻ്റെ കുടുംബവും ശാപത്തിൻ്റെ കീഴിലാകരുത്. എൻ്റെ കണ്ണ് രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദേവാതിദേവനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കണം. വിശാലമായ ദേശം, അതിൻ്റെ നന്മ എനിക്ക് കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നേര് പറയണം. നീതിപൂർവമുള്ള സംസാരം.
നീതിയില്ലാത്ത, നന്മയല്ലാത്ത ഭോഷ്കായ വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണം. ആരെയും നശിപ്പിക്കുവാനും ആരെയും തകർക്കുവാനും വേണ്ടി നീ സംസാരിക്കരുത്. ബന്ധങ്ങളെ ഇല്ലാതാക്കുവാനും തമ്മിൽ അടുപ്പിക്കുവാനും തമ്മിൽ അകറ്റുവാനും കുടുംബങ്ങളെ തകർക്കുവാനും ദൈവസഭയ്ക്കകത്ത് കലക്കങ്ങൾ സൃഷ്ടിക്കുവാനും നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തെ, ആ നന്മയെ ഇല്ലായ്മ ചെയ്യാനും ഒരിക്കലും നിങ്ങളുടെ അധരം അനീതിയുടെ ഭോഷ്കിന്റെ അവയവമായി തീരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേര് പറയാൻ നമുക്ക് കഴിയണം. കാരണം സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾക്കകത്ത്, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? മറുപടി, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, നാവ് കൊണ്ട് കള്ളത്തരം പറയാതെ, കുരുള പറയാതെ, തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ. യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലാനല്ല എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീതിയായി നടക്കണം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, നാവ് കൊണ്ട് കുരുള പറയാതിരിക്കണം, കൂട്ടുകാരന് ദോഷം ചെയ്യാതിരിക്കണം, ആരെയും അപമാനിക്കരുത്, ആർക്കും അപമാനം വരുത്താതെ ഇരിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ, അവന്റെ വിശുദ്ധഗിരിയിൽ, 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവന്റെ കൂടാരത്തിൽ ആര് പാർക്കും എന്ന് പറഞ്ഞാൽ അന്യഭാഷയും അന്യായ ഭാഷയും ഒന്നിച്ചു പറയുന്നവരല്ല. ആരും മിണ്ടുന്നില്ല. അന്യഭാഷയും അന്യായ ഭാഷയും ഒന്നിച്ചു പറയുന്നവരല്ല. നാവ് കൊണ്ട് നേര് സംസാരിക്കണം. നേരും നെറിയും വിട്ടൊന്നും സംസാരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് ജീവിത ചക്രത്തെ തിരിക്കുന്നതാണ്. നാവ് ഒരു തീ തന്നെ എന്നാണ് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അധരം സമർത്ഥനായ ലേഖകന്റെ ഒരു എഴുത്തുകോൽ പോലെയാണ് എന്നാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ആ കൈ ഒന്നെടുത്തേ, ഇവിടെ ഒന്ന് വെച്ച് വർത്താനം പറയാൻ പറ്റണം. എന്നാലും വെച്ച്, കർത്താവേ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കണമേ. ഭോഷ്ക് പറയാതെ, വ്യാജം സംസാരിക്കാതെ അവിടുന്ന് എൻ്റെ അധരത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച രാജാവ് കണ്ടു. ബൈബിൾ പറയുകയാണ്, പ്രവാചകൻ ആ കാഴ്ച കണ്ടുകൊണ്ട് പറയുകയാണ്, സാറാഫുകൾ അതിലൊരുത്തൻ ഒരു തീക്കനലെടുത്ത്, 6-ാം അധ്യായം 6 എഴുതിയിട്ടുണ്ട്, ഒരു തീക്കനലെടുത്തുകൊണ്ട് വന്ന് എൻ്റെ നാവിനെ തൊടിയിച്ചു. കാരണം എന്നാണ്? ഇതാ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ഞാൻ പാർക്കുന്നു. ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി ഞാൻ മാറിയതിന്റെ കാരണം, ആ വാക്യം എത്രാമത്തെ വാക്യം? 6:5 എന്റെ ചിന്ത. യെശയ്യാ 6:5. ഹല്ലേലൂയ. ഞാൻ നശിച്ചു പറഞ്ഞേ. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താണ് അതിന്റെ കാരണം? നശിക്കാനുള്ള കാരണം എന്നാ? ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു.
ഹല്ലേലൂയ. ഈ ഏഷണിയും പരദൂഷണവും ഒക്കെ പറയുന്നതിന്റെ കൂടെ കമ്പനി അടിച്ച് നടന്നാൽ, ശുദ്ധിയില്ലാത്ത അധരമുള്ളതിന്റെ കൂടെ നടന്നാൽ നിങ്ങളും ശുദ്ധിയില്ലാത്ത അധരമുള്ളവരായി മാറും. ഈ പുള്ളി ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി തീർന്നതിന്റെ കാരണം ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനങ്ങളുടെ നടുവിൽ വസിച്ചത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതൻ വന്ന് എന്താ ചെയ്തത്? 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് പറന്നു വന്നു. എന്നിട്ട് ആ തീ എന്റെ തലയ്ക്കകത്ത് വെച്ചെന്നല്ല, ആ തീ എന്റെ വായെ തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഉറച്ച തീരുമാനം, ഉറച്ച തീരുമാനം. കള്ളത്തരം പറയത്തില്ല. മറ്റൊരാളെ തകർക്കാൻ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കത്തില്ല. എൻ്റെ കൂട്ടുകാരനെതിരെ ഞാൻ ഏഷണി പറയത്തില്ല. ആരെയും അപമാനിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കില്ല. ആരെയും പരിഹസിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ അവന്റെ വിശുദ്ധ കൂടാരത്തിൽ എനിക്ക് വസിക്കാൻ കഴിയുകയില്ല. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമാകില്ല. എൻ്റെ അപ്പവും വെള്ളവും മുട്ടിപ്പോകും. വിശാലമായ ദേശം എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ അനുഗ്രഹത്തെ തടയുന്ന, എൻ്റെ നന്മയെ തടയുന്ന ഒരു സംസാരങ്ങളും എൻ്റെ അധരത്തിൽ നിന്നുണ്ടാകത്തില്ല. ചേർന്ന് രാമീൻ പറഞ്ഞേ. രണ്ടാമതായി വേദപുസ്തകം പറയുകയാണ്, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും. വാക്യം 16, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും. കരമെല്ലാം ഒന്ന് ഉയർത്തി പിടിച്ചേ. എന്നിട്ട് ആ കയ്യിലോട്ട് നോക്കി വെച്ച് പറഞ്ഞ, കർത്താവേ, എന്റെ നിത്യത നഷ്ടപ്പെടുന്നതൊന്നും അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതൊന്നും സാത്താൻ എന്റെ ജീവിതത്തെ നോക്കി വാദിക്കുവാൻ കാരണമാകുന്നതൊന്നും എന്റെ കരത്തിൽ നീ തരരുത്. എന്റെ കയ്യിൽ വന്ന് എത്തരുത്. അതിനെ തട്ടിക്കളയുവാൻ എനിക്ക് കൃപ തരണം. എന്റെ കരങ്ങളെ വിശുദ്ധിയോടെ, വെടുപ്പോടെ, നേരുള്ള കരങ്ങളാക്കി, വായ തുറന്ന് പറഞ്ഞ കറപ്ഷൻ ഇല്ലാത്ത കരമാക്കി എന്റെ കരത്തെ മാറ്റണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞേ, ഉയരത്തിൽ വസിക്കാൻ കയ്യിലിരിപ്പ് നന്നാക്കണം. ഒന്ന് പറഞ്ഞാ മതി, ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാൽ മതി. ഉയരത്തിൽ വസിക്കാൻ കയ്യിലിരിപ്പ് നന്നാക്കണം. ചേർന്ന് രാമീൻ പറയാവോ? 3, രക്തമാതകത്തെ കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും. ഇപ്പോ അനുഗ്രഹത്തിന് തടസ്സമായത് അധരം, എന്റെ വാക്കുകൾ, ഭോഷ്കുകൾ. അനുഗ്രഹത്തിന് തടസ്സമാകുന്നത് എന്റെ കൈകളുടെ പ്രവൃത്തികൾ. 3, ദൈവഹിതമില്ലാത്തത് കേൾക്കാതെ എന്റെ ചെവി പൊത്തണം. ഇപ്പോ ഞാൻ നിങ്ങളോട് എപ്പോഴും തരുന്നൊരു ഉപദേശമാണ്, നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും, കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. കാരണം ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നല്ലൊരു ആത്മീയ ഗാനം, നല്ലൊരു സ്പിരിച്വൽ സോങ് നിങ്ങൾ കേട്ടാൽ ആ സോങ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ഒക്കെ പാട്ട് പാടുമ്പോ അറിയാതെ കണ്ണു നിറയുന്നേ? ചില പാട്ടുകൾ പാടുമ്പോൾ അറിയാതെ, നമ്മള് കൂടെ പാടിയില്ലെങ്കിൽ പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ അലിയും, അങ്ങ് ഒടയും. കാരണം ഒരു പാട്ടിനകത്താണെങ്കിലും ആ പാട്ടുകാരന്റെ സ്പിരിറ്റ്, അവന്റെ ആത്മാവ് ആ ഗാനത്തിനകത്തുണ്ട്. ഇപ്പോ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരാൾ രക്ഷപ്പെടുന്നതിന്റെ കാരണം എന്നാ? വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹം അനുഭവിക്കുന്നതിന്റെ കാരണം എന്നാ? കാരണം
ഈ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടതിന്റെ പിറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ഒരു പുസ്തകത്തിന്റെ പുറകിൽ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ ആത്മാവുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രയോജനമുള്ളത് നമ്മൾ പണ്ടേ കേൾക്കുമല്ലോ. സ്തോത്രം. ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ സ്പിരിറ്റ് അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ വേദപുസ്തകത്തിന്റെ പുറകിൽ ചലിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. റൈറ്റ് സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ പുറകിൽ അതുണ്ട്, പ്രസംഗങ്ങളുടെ പുറകിൽ അതുണ്ട്. സിനിമകൾ, ഇന്നത്തെ കാലത്തെ ചില സിനിമകൾ, ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നതിന്റെ പിറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മാധ്യമങ്ങൾ മുഴുവനും അടിവരയിട്ട് പറയുന്നു, വയലൻസ്. ഇന്നത്തെ മൂവികളെല്ലാം വയലൻസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴുവനും. അത് കാണുന്ന കുട്ടികളെ, അത് കാണുന്ന ചെറുപ്പക്കാരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതിനകത്തൂടെ ഒരു റോങ് സ്പിരിറ്റ് അവരിലേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഒരു സഹോദരി പറഞ്ഞല്ലോ, അവളുടെ മുകളിൽ നിന്ന്, ആ സഹോദരിയുടെ മേളിൽ നിന്ന് പ്രാർത്ഥനാ മധ്യേ അശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ 15 വർഷമായി അവളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന രോഗം സൗഖ്യപ്പെട്ടു എന്ന്. 18 വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന കൂനയായ സ്ത്രീയെ നോക്കി യേശു പറയുകയാണ്, അബ്രഹാമിന്റെ മകളായി ഇവളെ സാത്താൻ ബന്ധിച്ചിരുന്നതാണ്. ശബത്ത് നാളിൽ ആ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ മേലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് അപ്പൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യേശു പറഞ്ഞത് ചെവി കേൾക്കട്ടെ, സംസാരിക്കട്ടെ എന്നല്ല, ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുപോ. നമ്മുടെ യുവതലമുറയുടെ മുകളിൽ റോങ് സ്പിരിറ്റ് ഇന്ന് അവർ കാണുന്ന കാഴ്ചകളിലൂടെ, അവർ കേൾക്കുന്ന കേൾവികളിലൂടെ, ക്യാമ്പസുകളിലൂടെ, പാട്ടുകളിലൂടെ അവരുടെ ഇമോഷൻസിനെ, അവരുടെ വൈകാര്യ തലങ്ങളെ സാത്താൻ കയ്യിലെടുക്കുകയാണ്. ഹല്ലേലൂയ. അവരെ റോങ് വേയിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ മെസ്സേജിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശു പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. എത്ര ഇരുട്ടിനകത്തിരിക്കുന്നവനെയും, എത്ര ഡ്രഗ് അഡിക്റ്റിനെയും, എത്ര ബന്ധനത്തിൽ കിടക്കുന്നവനെയും വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരുന്നതിൽ പലർക്കും അസ്വസ്ഥതയാണ്. ഇത് ആത്മീക ലോകത്തിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒരു യൗവനക്കാരൻ, ഒരു യൗവനക്കാരി, അടുത്തൊരു ജനറേഷൻ ശുശ്രൂഷയിൽ പൊങ്ങി വരാനോ ആത്മീകമായ മേഖലയിൽ എഴുന്നേറ്റ് വരാനോ അനുവദിക്കാത്ത ഒരു ഈവിൾ അറ്റാക്ക്. ഹല്ലേലൂയ. അത് ബ്രേക്ക് ആവണം, അത് ഉടഞ്ഞു പോണം, ഉടഞ്ഞു പോണം. യൗവനക്കാരുടെ അകത്ത്, യൗവനക്കാരികളായ കുഞ്ഞുങ്ങളുടെ അകത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം കത്തണം, കത്തണം. അവർക്ക് താല്പര്യം ഉണ്ടാകണം. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. അവർക്ക് താല്പര്യം ഉണ്ടാകണം. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ കാതുകൾ ദൈവഹിതമില്ലാത്തത് കേൾക്കാൻ വിട്ടുകൊടുക്കരുത്. ചെറുപ്പക്കാരോടെല്ലാം പറയുന്നു, റോങ് ആയ ഈ നിങ്ങളുടെ ക്യാമ്പസുകളിലൊക്കെ, നിങ്ങളുടെ സ്കൂളുകളുടെ പാർട്ടികളിലൊക്കെ DJ പോലെ ഇടുന്ന പാട്ടുകൾക്കൊത്ത് ചുവട് വയ്ക്കാൻ നിന്റെ കാലുകളെയും നിന്റെ കൈകളെയും നീ വിട്ടുകൊടുക്കരുത്.
ആ പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പം തന്നെ നീ അവിടുന്ന് മാറി നിൽക്കണം. കാരണം ഒരു റൊമാൻറ്റിക് സോങ്ങിന് അവൻ്റെ അകത്തെ റൊമാൻറ്റിക് മൂഡിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഒരു റിതമിക് സോങ്ങിന്, ഭയങ്കര അടിച്ച് തകർക്കുന്ന റിതമിക് സോങ്ങിന് അവൻ്റെ സ്റ്റെപ്പുകൾ, അവൻ്റെ മൂവ്മെന്റ്സിനെ, അനങ്ങാതെ നിൽക്കുന്നവന് പതിയെ ചലിച്ചു തുടങ്ങും. അവനെ നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിന്റെ ജഡീകതകൾ, പാപങ്ങൾ, വേസ്റ്റ് ആയിട്ടുള്ള തിന്മകൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ചും ഭോഷ്ക് പറയുന്ന ഭോഷ്കുകൾ, വ്യാജ പ്രചരണങ്ങൾ, വ്യാജങ്ങൾ കേൾക്കാൻ നിൽക്കരുത്, വായിക്കാൻ നിൽക്കരുത്. ഈ ഒരുത്തൻ വിമർശകനാണെങ്കിൽ അവനിലൊരു വിമർശകന്റെ ആത്മാവുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ഒരുത്തൻ ആത്മീയനാണെങ്കിൽ അവനിലൊരു റൈറ്റ് സ്പിരിറ്റ് ഉണ്ട്. വിമർശനത്തിന്റെ ആത്മാവുള്ളവന്റെ കൂടെ നീ അസോസിയേറ്റ് ചെയ്താൽ, അവൻ എഴുതിയതെല്ലാം വായിക്കാനും അവൻ പറയുന്നതെല്ലാം കേൾക്കാനും നിന്നാൽ, ആ സ്പിരിറ്റ് നിന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അതാ ബൈബിൾ പറയുന്നത്, ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. എല്ലാ റോങ് അസോസിയേഷനെയും എല്ലാ റോങ് കണക്ഷനുകളെയും കട്ട് ചെയ്ത് കളയണം. എന്റെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന, എന്നെ എന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, എന്നെ എന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഡൗൺ ആക്കുന്ന ഒന്നും എനിക്ക് കാണണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ നിനക്ക് പറ്റിയാൽ അവിടെ നീ അടുത്തൊരു ലെവലിലോട്ട് കയറുകയാണ്. ഇത് നിങ്ങളുടെ അകത്തിങ്ങനെ മുഴങ്ങി കേൾക്കണം. കാരണം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഇത് പറയുന്നത് ആരാണ്? സാക്ഷാൽ പൗലോസ് അപ്പോസ്തലനാണ്. യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷനായ മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ഈടുറ്റ കരുത്തുള്ള 14 ലേഖനങ്ങൾ ആത്മതലത്തിൽ എഴുതി ദൈവസഭയ്ക്ക് കൈമാറിയവൻ. ആ പുള്ളി പറയാണ്, ഞാൻ കൊളരുതാത്തവനായി പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് കൊളരുതായ്മയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുകയല്ല. കൊളരുതായ്മ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അത് കേൾക്കാതെ, അത് കാണാതെ, അത് തൊടാതെ, അതിനോട് അസോസിയേറ്റ് ചെയ്യാതെ എൻ്റെ ശരീരത്തോട് ഞാൻ പറയും, തൊട്ടേക്കരുത്, നോക്കിയേക്കരുത്, അത് കണ്ടേക്കരുത്, അത് നിനക്കുള്ളതല്ല. അതാ ഗലാത്യർ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഗലാത്യർ 2:20 പൗലോസ് പറഞ്ഞത്. ഗലാത്യർ 2:20 പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ദൈവമക്കളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്നേഹത്തോടെ പറയുന്നു, വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കണം. ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഏറ്റെടുത്താൽ അവർക്ക് നല്ലത്. പക്ഷെ എൽ ശദ്ദായി സഭയോട്, ഈ കൂട്ടത്തോട് നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ പറയുന്നു, ഹോളിനെസ്സിന്, വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കണം. കാരണം
1 കൊരിന്ത്യർ 1:16 എഴുതിയിരിക്കുന്നു. 1 പത്രോസ് 1:16 എഴുതിയിരിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം 17ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. നിങ്ങളെ ആരാണ് വിളിച്ചത്? വിശുദ്ധനായ ദൈവം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കുവീൻ. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ പ്രിയമുള്ളവരെ. ഈ വേണ്ടാത്തത് കാണാൻ പോയാൽ വേണ്ടാത്തത് തോന്നും. വേണ്ടാത്തതൊക്കെ നീ പ്രവർത്തിക്കും. അതുകൊണ്ട് നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും. ഇനി അടുത്തൊരു വാക്യോടെ പറഞ്ഞ് ഞാൻ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് വരികയാണ്. ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ. മക്കളെ, ചിലതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ വരുമ്പോ കണ്ടങ്ങ് രസിക്കരുത്. ദോഷം കണ്ട് രസിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇതിനകത്തിരിക്കുന്ന പിള്ളേരും മാത്രമല്ല, ഇപ്പൊ 70 വയസ്സുള്ള അമ്മച്ചിമാര് റീൽസാ. സ്തോത്രം. ഈ റീൽസ് എല്ലാം കണ്ട് ഇങ്ങനെ പോകുമ്പോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിന്നെ ദൈവത്തിൽ നകറ്റുന്ന, നിനക്ക് ടെംപ്ടേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം കയറി വരികയാണെങ്കിൽ ആ മാന്തിക്കൊണ്ടിരിക്കുന്ന വിരലില്ലേ, കുറച്ചൊക്കെ തേഞ്ഞിരിക്കുന്ന വിരല്, അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം അവിടെ അങ്ങ് നിർത്തരുത്. ഇങ്ങനെ കയറ്റി അങ്ങ് വിട്ടേക്കണം, നോക്കാൻ നിൽക്കരുത്. ആരും മിണ്ടുന്നില്ലല്ലോ. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം, ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ, എൻ്റെ ഒരു ചിന്തയെ പറയാം. നമുക്ക് കണ്ണും അടച്ച് പിടിച്ചുകൊണ്ടൊന്നും ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല. കണ്ണും അടച്ചൊന്നും നടക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ നമ്മുടെ മൈൻഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്ത് വരുന്ന ചിന്ത, നമ്മൾ എന്ത് പർപ്പസിനാണ് നോക്കിയത്, നമ്മൾ എന്ത് പർപ്പസിനാണ് ആ കാര്യം ചെയ്തത്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പർ ചോദിച്ച് മേടിക്കുമ്പോൾ വരെ നീ എന്തുദ്ദേശത്തിലാണ് അവന്റെ കയ്യിൽ നിന്ന്, അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നമ്പർ വാങ്ങിയതെന്ന് വരെ അറിയാവുന്ന, നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത്. ഇതിനകത്തിരുന്ന് പറയുന്ന ഒരു സ്തോത്രം പോലും, അടിച്ച ഒരു കൈയടി പോലും, ഉയർത്തിപ്പറഞ്ഞ ഒരു ഹല്ലേലൂയ പോലും നീ എന്തുദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്നറിയാവുന്ന, നിന്റെ ഹൃദയത്തെ അറിയാവുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ ജോബ് പറഞ്ഞു. ജോബ് ഭക്തനായ മനുഷ്യനായിരുന്നു. യോബിന്റെ 31:1 എന്റെ ചിന്ത. അവിടെ എഴുതിയിരിക്കുന്നത്, ജോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? മക്കളെ, ദൈവവുമായിട്ട് മാത്രം ഉടമ്പടി ചെയ്താൽ പോരാ, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കരുത്. ജോസഫിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള അവസരം ലഭിക്കുമ്പോഴും അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ കഴിഞ്ഞാൽ, അതിനെ അനുകൂലിക്കാൻ കഴിയാതിരുന്നാൽ, ആ ഓട്ടത്തിനിടയിൽ നിന്നെ കാണുന്ന ദൈവം നിന്റെ മേളിലോട്ടൊരു കിരീടം അങ്ങ് വെക്കുകയാണ്. ജോസഫേ, നീ പൊത്തീഫറിന്റെ ഭാര്യയുടെ മുറിക്കകത്തുനിന്ന് ഇറങ്ങി ഓടിയ ഓട്ടമില്ലേ, ആ ഓട്ടം നേരെ പോയി ഇരുന്നത് ആമേൻ ആ രാജ്യത്തിലെ പ്രഥമ പുരുഷൻ എന്ന പദവിയിലേക്കാണ്.
എന്തുകൊണ്ടാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മാറിയത്? എന്തുകൊണ്ടാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മുകളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായത്? വേദപുസ്തകത്തിൽ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ദാനിയേൽ ഒരു തീരുമാനമെടുക്കുകയാണ്. രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജഭോജനങ്ങൾ കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. വെള്ളത്തിൽ പൂട്ടുകയും കൂട്ടത്തിൽ പാടുകയും കാലത്തിന്റെ കുത്തൊഴുക്കുകൾക്കകത്ത് ഒത്തവണ്ണം ഒഴുകുകയും ചെയ്യുന്നവനല്ല ആത്മീയൻ. ഇന്ന് പകൽ ഒഴുക്കിനകത്ത് ഒഴുകി പോകുന്നവനല്ല, ആ ഒഴുക്കിനെതിരെ നീന്തി കയറാൻ, അതിനകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി ഉപവസിക്കേണ്ടി വന്നാൽ ഉപവസിക്കണം. കർത്താവേ, എനിക്ക് പറ്റുന്നില്ല, എനിക്കിതങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിതങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല, ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, ഞാൻ ഈ വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ മാറിയിരുന്ന് ഉപവസിക്കണം. ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിക്കണം, വചനം ധ്യാനിക്കണം. ആ ഫാസ്റ്റിങ്ങിനകത്ത് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. My God is holy. Amen. This is a holy table. എന്റെ ദൈവം വിശുദ്ധനാണ്. അതാ പറഞ്ഞ ആവശ്യമില്ലാത്തത് കേൾക്കാൻ, തൊടാൻ, കാണാൻ നിൽക്കരുത്. കാരണം എനിക്ക് ഉയരത്തിൽ വസിക്കണം, പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമായിരിക്കണം, എന്റെ അപ്പം എനിക്ക് കിട്ടണം, എന്റെ വെള്ളം മുട്ടിപ്പോകരുത്, എന്റെ കണ്ണ് രാജാവിനെ സൗന്ദര്യത്തോടെ ദർശിക്കണം, എനിക്ക് വിശാലതയുടെ നന്മ ഉണ്ടാകണം, എനിക്ക് നിത്യതയിലെത്തണം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് കണ്ണിനെ കുറിച്ച്. പറഞ്ഞേ നോക്കാം, ഒന്ന് പറഞ്ഞേ നോക്കാം, പക്ഷെ നോക്കരുത്. ഹല്ലേലൂയ. മത്തായി 5:28 എഴുതിയിരിക്കുകയാണ്, സ്ത്രീയെ ഹൃദയം കൊണ്ട് മോഹിക്കുവാൻ അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഈ നമ്മൾ കരുതി ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഒത്തിരി ഇളവുകളുണ്ടെന്ന്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഒത്തിരി ഇളവുകളുണ്ടെന്ന്. ഉള്ള ഇളവുകളൊക്കെ നമുക്ക് എടുക്കാം, പക്ഷെ ഇതിനകത്ത് ഇളവില്ല, ഇത് ചൂടെ കടുപ്പമായി. പിടികിട്ടിയില്ലല്ലേ? ഈ പഴയ നിയമത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലേ പഴയ നിയമത്തിൽ വ്യഭിചാരം ആകത്തുള്ളായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സംഭവം മാറി. രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരിടത്ത് കിടക്കണ്ട, ഫിസിക്കലി ഒന്നും ചെയ്യണ്ട, അവളെ ആ നിലയിൽ ഹൃദയത്തിൽ മോഹിച്ചോണ്ട് നീ അതിങ്ങനെ ഇമാജിൻ ചെയ്തോണ്ടിരുന്നാ മതി, നീ അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പൊ ഈ സാധനം കടുപ്പിച്ചോ കടുപ്പം കുറച്ചോ? അതുകൊണ്ട് മത്തായി 6 സ്വത്രമൊക്കെ പോകുമെന്ന് എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ പുസ്തകമായിട്ട് നിൽക്കുന്നത്. മത്തായി 6:22 വാക്യം, മത്തായി 6:22 വാക്യം, 6:22 എഴുതിയിട്ടുണ്ട്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണയിലൊന്ന് കൈവച്ചിട്ടെന്ന് പറഞ്ഞേ, എന്റെ കണ്ണ് എന്റെ ശരീരത്തിന്റെ വിളക്കാന്ന് പറഞ്ഞേ. കണ്ണെന്താണ്? ആദ്യത്തെ ശബ്ദമൊന്നും ഇല്ലല്ലോ ഇവിടെ. ഡ്രം അടിക്കുന്ന ആളെ വിളിക്കണോ? സ്തോത്രം. ശരീരത്തിന്റെ വിളക്ക് എന്താണ്? കണ്ണാണ്. ബൈബിൾ പറയുന്ന കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തേജസ് ഉണ്ടാവണോ? ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ മുഖത്ത് ഇങ്ങനെ, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുക, എല്ലാവരും പറയണം എന്താടാ നിന്റെ മുഖത്തൊരു വലിയ പ്രകാശം, എന്നാ നിന്നെ എന്തോ ഇവന്റെ മുഖത്തൊരു പ്രത്യേക തേജസ എന്നൊക്കെ പറയാൻ കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിന്റെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം. നിന്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത അധ്യായങ്ങളിൽ യേശു പറയുന്നു,
2 കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. നിന്റെ ഇടത്തെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ അതിനെ ചുഴഞ്ഞെടുത്ത് കളാ. നീ ഒറ്റ കണ്ണനായിട്ട് 1 കണ്ണുള്ളവനായിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് 2 കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. കൈ അടിക്കുന്നെങ്കിൽ ചൊവ്വ അടിക്കണം അതിന്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ ആരെയും മോഹിക്കേണ്ടതിന് നോക്കരുത്. പറഞ്ഞേ, ആരെയും മോഹിക്കേണ്ടതിന് നോക്കരുത്. ആരെയും മോഹിക്കേണ്ടതിന് നോക്കരുത്. അത് പാപമാണ്, സിൻഫുൾ തിങ് ആണ്. ഞാൻ ഉയരത്തിൽ വസിക്കുവാൻ, പാറക്കോട്ടകൾ എൻ്റെ അഭയസ്ഥാനമായിരിക്കുവാൻ, എൻ്റെ അപ്പം എനിക്ക് കിട്ടുവാൻ, എൻ്റെ വെള്ളം മുട്ടിപ്പോകാതിരിക്കുവാൻ എൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. ദൈവാസനെ സങ്കീർത്തനം 66-ന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 66-ന്റെ 18-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. സങ്കീർത്തനം 66-ന്റെ 18-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണം, സമയമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. മക്കളെ, ഇതിനകത്ത് ഒത്തിരി ചെറുപ്പക്കാര് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്കറിയാം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. പരിശുദ്ധാത്മാവിനോട് പറയണം. അരുതാത്ത ചിന്ത. ഇപ്പൊ ഈ ചിന്തകൾ വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വരും, ഉറപ്പായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വരും. ഞാൻ എപ്പോഴും അതിന് പറയുന്നൊരു ഉദാഹരണമുണ്ട്. പക്ഷികൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകും. പറന്നു പോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇഷ്ടംപോലെ പക്ഷികൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകും. പക്ഷെ അതിലൊരു പക്ഷിയെയും എൻ്റെ തലയിൽ വന്ന് കൂട് കെട്ടിയിരിക്കാൻ അനുവദിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പൗലോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരുമെന്ന്. അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മത്സ്യം പോലെ ആയിരിക്കണം. മത്തി വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? നേരത്തെ ആയിരുന്നേ കൈ പൊക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ആ സാധനത്തിന് നല്ല വിലയാണ്, അതുകൊണ്ട് കൈ പൊക്കും. മത്തി വാങ്ങിച്ചിട്ടുള്ളവരെല്ലാം ഒന്ന് കൈ പൊക്കിയേ. സ്തോത്രം. മത്തി കറി വെക്കാൻ എടുത്തപ്പോൾ, ഫ്രൈ ചെയ്യാൻ വറക്കാൻ എടുത്തപ്പോൾ അതിൽ ഉപ്പ് പുരട്ടിയിട്ടുള്ളവരും കൂടെ ഒന്ന് കൂട്ടത്തിലൊന്ന് കൈ പൊക്കിയേ. ചിലത് ചെയ്തിട്ടേ ഇല്ല, അവരെ കണ്ടിട്ട് പോലും ഇല്ല. പ്രൈസ് ലോർഡ്. എന്തിനാ ഈ ഉപ്പുവെള്ളത്തിൽ കിടന്ന മത്തി, ഉപ്പുവെള്ളത്തിൽ കിടന്ന അയല, ഉപ്പുവെള്ളത്തിൽ കിടന്ന ഈ മത്സ്യത്തെ ഫ്രൈ ചെയ്യാൻ കറി വെക്കാൻ എടുത്തപ്പോൾ ഇത്രേ ഉപ്പുവെള്ളത്തിൽ കിടന്ന സാധനം എത്ര കൊല്ലം കൊണ്ട്, സത്യം പറഞ്ഞാൽ അത് ഉപ്പിലിട്ട മീനാ ആണോ? ഹല്ലേലൂയ. രണ്ടർത്ഥങ്ങൾ ഞാൻ അതിൽ പറയാൻ പോവാണ്. ഈ സാധനം ഉപ്പുവെള്ളത്തിലാണ് കിടന്നതെങ്കിലും, ഇത് ഉപ്പുവെള്ളത്തിലൂടെയാണ് ഓടി നടന്നതെങ്കിലും, അങ്ങനെ ഒരു ലോകത്താണ് ഇത് ജീവിച്ചെങ്കിലും ഈ ഉപ്പ് അതിന്റെ മേളിൽ പിടിച്ചിട്ടില്ല. ഇതുപോലെ ജീവിക്കണം. പാപം നിറഞ്ഞ, തിന്മ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോ അതെങ്ങനെയാ സാധ്യമാകുന്നേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ? അതിന് ജീവൻ വേണം. അതിനെന്ത് വേണം? ജീവൻ വേണം. അതിനെന്ത് വേണം? ജീവൻ വേണം. ജീവൻ ഉണ്ടെങ്കിൽ, അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനുള്ളതാണ്. ജീവൻ ഉണ്ടെങ്കിൽ ഈ പുറത്തെ ഉപ്പ് എവിടെ പിടിക്കില്ല? ഈ മീനിന്റെ പുറത്ത് പിടിക്കില്ല. പക്ഷെ അത് ജീവൻ ഇല്ലാത്തതാണെങ്കിൽ, അത് ചത്തതാണെങ്കിൽ, ഈ ചത്ത മീനിനെ അല്ലെങ്കിൽ ഈ സെറ്റ് ചെയ്ത ഈ മീനിനെ ഉപ്പിനകത്തിട്ട് വെച്ചാൽ അച്ചാറായി മാറും. ഉപ്പ് പിടിക്കും. ചത്ത മീനിൽ എന്ത് പിടിക്കും? ഉപ്പ് പിടിക്കും. ജീവനുള്ള മീൻ ഉപ്പിനകത്തൂടെ പോയാലും ഉപ്പ് പിടിക്കുകയില്ല. ഇന്ന് പകൽ വചനത്തിന്റെ ജീവൻ, വചനത്തിന്റെ ജീവൻ
വചനത്തിന്റെ ജീവൻ, ഓ പരിശുദ്ധാത്മാവിന്റെ ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ജീവൻ അകത്ത് വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ ജീവൻ, വചനത്തിന്റെ ജീവൻ അകത്ത് വ്യാപരിച്ചാൽ ലോകത്തിന്റെ അഴുക്കുകൾ, ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്നെ തൊടുകയില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, ഞാൻ ഈ പറയുന്ന വാക്യം പെട്ടെന്ന് വായിച്ചോ. നിങ്ങൾ ഓക്കെയാണോ? ദൈവകൃപയാൽ ഒരു മഴ പെയ്തുകൊണ്ട് വലിയ ചൂടില്ല അല്ലേ? സ്തോത്രം. ഒന്ന് കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. ഓടിക്കണം. അടുത്തിരിക്കുന്ന എല്ലാവർക്കും കൈ കൊടുത്ത് പറഞ്ഞേ അത്. ദുർനടപ്പ് വിട്ട് ഓടിക്കണം. ഫ്ലീ ഫോണിക്കേഷൻ. ആമേൻ. ദുർനടപ്പിനെ കട്ടിലെ വെച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. ദുർനടപ്പിനെ മൊബൈലിനകത്ത് വെച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. ദുർനടപ്പിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാനല്ല പറഞ്ഞത്. ദുർനടപ്പ് ഓടുവീൻ. ആമേൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുകയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താൻ തങ്ങൾക്കുള്ളവരെന്നും അറിയുന്നില്ലയോ? 18-19 വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി പെട്ടെന്ന് വായിക്കണം. ഗലാത്യർ 5:16, ഗലാത്യർ 5:16, ഗലാത്യർ 5:16 പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. ചേർന്ന് ആമേൻ പറയാവോ? ഒത്തിരിയുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ. ദുർനടപ്പ്, ദുഷ്കാമം, സ്വയഭോഗം. സ്വയഭോഗമൊക്കെ വലിയ പാപമാണ്, ചെയ്യരുത്. അയ്യോ, ഞാൻ ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ എടുക്കാൻ നിന്നാൽ ഇഷ്ടംപോലെ വാക്യങ്ങളാ. അതിപ്പോ പറയാനുള്ള ഒരു നേരമില്ല. എന്നാ ഒരു വാക്യം, ഒറ്റ വാക്യം എന്ന് വെറുതെ വായിച്ചോ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യം. പുതിയ നിയമത്തിൽ നിന്നൊക്കെ എടുക്കണം. കൊരിന്ത്യ സഭയ്ക്കൊക്കെ പൗലോസ് പറഞ്ഞ ലേഖനങ്ങളിലൊക്കെ അത് കിടപ്പുണ്ട്. ലേവ്യ പുസ്തകം 19:28 മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാകരുത്. ആ മെയ്മേൽ. അത് ഇതാണ് ഈ ടാറ്റു ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ്. ടാറ്റു ചെയ്യുന്നതിനെ കുറിച്ചാണ്. മറ്റേത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദുർനടപ്പുകാരൻ, മദ്യപാനി, വ്യഭിചാരി, സ്വയഭോഗി ഇങ്ങനെയുള്ളവരാരും ദൈവരാജ്യത്തിൽ. ഈ ടാറ്റു അടിക്കുന്നവരുണ്ടോ? ടാറ്റു അടിക്കരുത്. വേദപുസ്തകം വിശ്വസിക്കുന്നവൻ, ബൈബിളുമായിട്ട് നടക്കുന്നവൻ പച്ച കുത്തരുത്. ഇഷ്ടംപോലെ വാക്യമുണ്ട്. ഇന്നത്തെ ട്രെൻഡാ ടാറ്റു. അയ്യോ, അത് പറഞ്ഞപ്പോ ഓരോന്നിന്റെ ആ ചിരി കണ്ടില്ലേ? ഒന്ന് വായിച്ചേ, വായിച്ചു. ഒന്ന് 2-3 ടാറ്റുവിന്റെ കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളെന്നാ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം. മരിച്ചവന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്. കൈ കൊടുത്ത് പറഞ്ഞേ, മെയ്മേൽ പച്ച കുത്തരുതെന്ന്. ഞാൻ യഹോവയാകുന്നു. ചേർന്ന് ആമേൻ പറഞ്ഞേ. പല്ല് വെക്കരുതെന്ന് കർത്താവ് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. കിഡ്നി പോയാൽ കിഡ്നി മാറ്റി വെക്കരുതെന്നും പറഞ്ഞില്ല. സ്തോത്രം. ചെവിയുടെ കേൾവി പോയാൽ ഇയർ പ്ലഗ് വെക്കരുതെന്നും കർത്താവ് പറഞ്ഞില്ല. മുടി പോയാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുതെന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ കർത്താവ് പറഞ്ഞ് പച്ച കുത്തരുതെന്ന്. ഹല്ലേലൂയ. പച്ച കുത്തരുതെന്ന് ബൈബിളിലുണ്ട്. ഇനി വേണോ വാക്യം? ടാറ്റുവിനെ കുറിച്ച് വേണോ? അതല്ല നമ്മുടെ മെസ്സേജ് ഇന്നത്തെ. മക്കളെ, ടാറ്റു ഒന്നും അടിച്ചേക്കരുത് കേട്ടോ. ടാറ്റു ഒന്നും അടിച്ചേക്കരുത്. പിള്ളേരൊക്കെ പറയും ടാറ്റു അടിക്കാനൊക്കെ പറയും. ഇനി അപ്പോൾ അടിച്ചത് എന്നാ ചെയ്യുമെന്നുള്ളതാണ്. അത് കർത്താവിനോട് ഏറ്റുപറ. കർത്താവ്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്കത്. അങ്ങനെ കർത്താവ് ക്ഷമിക്കും. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ചെയ്തത് കർത്താവിനോട് ക്ഷമിക്കുന്നവനാണ്. ഒന്നും അതിനകത്ത് ഭാരപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വീഴ്ചയോ കുറവോ വന്നെങ്കിൽ
നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുക. തള്ളി പറഞ്ഞ പത്രോസിനെ തിരിച്ചു പിടിച്ചവനാ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വീഴ്ച പറ്റിയ പാപം ചെയ്ത ദാവീദിനെ ബൈബിളിൽ നിന്ന് ദൈവം ഒഴിവാക്കിയില്ല. അവനെ സ്നേഹിച്ചവനാ കർത്താവ്. എന്ന് വെച്ചാൽ അതൊന്നും പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറയണം, യോഗ്യമായത് മുൻകരുതണം. ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയ മക്കളെ, ഈ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുക. കാരണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് നശിപ്പിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. എൻ്റെ അകത്തുള്ള എല്ലാ അവിശ്വാസങ്ങളെയും പുറത്താക്കിക്കൊണ്ട് ഒന്ന് തിരുമേശയിൽ പങ്കെടുക്കാൻ വന്നവരുന്ന് കൈകളെ ഉയർത്തിപ്പിടിച്ച് ഈ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണമെന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ പിതാവേ, വീണ്ടും വീണ്ടും പാപത്തിലും തിന്മയിലും വീഴാനല്ല, വീണ്ടും വീണ്ടും അതിനകത്ത് കിടന്ന് രസിക്കാനല്ല, എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കാൻ എനിക്ക് കൃപ തരണം. പ്രാർത്ഥിച്ച വായ്കൾ തുറന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ഒന്ന് ഏറ്റു പറഞ്ഞേ. നമ്മൾ ഈ യേശു പറഞ്ഞല്ലോ, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ യാഗപീഠത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിന്റെ യാഗവസ്തുവിനെ അവിടെ മാറ്റി വെച്ചിട്ട് നിന്റെ സഹോദരനോട് വന്ന് നിരക്കുക, എന്നിട്ട് നീ യാഗം കഴിക്കാൻ പോവുക എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിശാചിന് എന്നിൽ വാദിക്കാനൊന്നുമില്ലാതെ ആ കൈകളെ ഉയർത്തിപ്പിടിച്ച് ശത്രുവിന് എന്നിൽ വാദിക്കാൻ എല്ലാം ചില കാര്യങ്ങളൊക്കെ നീ ഏറ്റു പറയാൻ കർത്താവ് പറയുന്നു. എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ അധരം, എൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ പാപം, സിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കുമാറാകണമേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് അധരം തുറന്ന് പ്രാർത്ഥിച്ച്. കുറ്റബോധത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു കാര്യം ദൈവാത്മാവ് പറയുമ്പോൾ കുറ്റബോധം ഉള്ളിൽ വരരുത്, നീതിബോധം വരണം. എന്നെ ദൈവം അത് അറിയിച്ചത് ഇനി ഞാൻ അതിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ദൈവം എന്നെ അതിൽ അറിയിച്ചത് ഞാൻ അതിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ആദരങ്ങൾ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു. Thank you, Jesus.